കേന്ദ്ര പദ്ധതിയായ PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ LDF ഉള്ളത്. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് ഈ വലിയ വിവാദത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നത്. അതിനുശേഷം കടുത്ത നിലപാടുമായി CPI മുന്നോട്ട് പോവുകയാണ്. നേരത്തെ തന്നെ PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിനെ CPI കടുത്ത രീതിയിൽ എതിർത്തിരുന്നു. മുന്നണിയിൽ ചർച്ച നടന്നിട്ടില്ല, മന്ത്രിസഭയിൽ ചർച്ച നടന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ആലോചന CPI നേതൃത്വം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ അതിശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. AISFും AYFും ഒക്കെ കടുത്ത നിലപാടിലേക്ക്, സമരത്തിലേക്ക്, വിദ്യാഭ്യാസ വകുപ്പിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമ്മളോടൊപ്പം AYFിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV രജീഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രജീഷ്, വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകുന്നു. മുന്നണിയുടെ ബന്ധം പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ മുന്നണി വിടേണ്ട സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് CPI നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. AYFിൻ്റെ ഒരു നിലപാട് എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ, ആ വിദ്യാഭ്യാസ നയം കാവ്യവൽക്കരിക്കുന്നതിനെതിരെ നിരവധിയായ പോരാട്ടങ്ങളും സംവാദങ്ങളും ഉൾപ്പെടെ സംഘടിപ്പിച്ച സംഘടനയാണ് AIYF. നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയാണ് AIYF. എന്നാൽ PM ശ്രീയിൽ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ക്യാബിനറ്റ്, ആ ക്യാബിനറ്റിൽ ആലോചിക്കാതെ ആണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതുതന്നെ മുന്നണിയുടെ വ്യതിചലനമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. CPIMൻ്റെ ദേശീയ സെക്രട്ടറി MA ബേബി ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൽ ആലോചന നടത്താതെ മുന്നോട്ട് പോകുന്ന ഈ പദ്ധതി ഒപ്പിടൽ തികച്ചും പ്രതീകാത്മകമായി പ്രതികരണം നടത്തേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ AIYF വലിയ ക്യാമ്പയിനുകൾ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഉച്ചയ്ക്ക് ചേരുകയാണ്. അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ AIYF പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വലിയ നിലയിൽ ചർച്ച നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു വിഷയം. നമുക്കറിയാം, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആ പാർട്ടിയിലെ വിദ്യാർത്ഥി യുവജന സംഘടനകളോട് ചോദിക്കേണ്ട ഒരു കാര്യം, എവിടെ SFI, എവിടെ DYFI എന്ന് ചോദിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരം വിമർശനങ്ങൾ, ശക്തമായ വിമർശനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ LDFിൽ നിങ്ങൾക്ക് കിട്ടുന്ന പരിഗണന, അതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചയാകുന്നത്. CPI കടുത്ത രീതിയിലുള്ള അമർഷം പ്രകടിപ്പിക്കുമ്പോൾ തന്നെയാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. മുന്നണിയിൽ തുടരേണ്ട എന്ന അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? ഒരു സംഘടന ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടന മുന്നോട്ട് പോകുന്നത് എക്കാലത്തും അവരുടെ ആശയങ്ങളും നിലപാടുകളുമാണ്. ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ ഒരു കാലത്തും ഒരു സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൽ നിൽക്കാൻ കഴിയില്ല. AIYFും AISFും ഉൾപ്പെടെയുള്ള സംഘടന PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിലപാട് മുന്നേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. RSSൻ്റെയും BJPയുടെയും അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടി അതിശക്തമായി കഴിഞ്ഞ കാലങ്ങളിൽ RSSും BJPയും മുന്നോട്ട് പോകുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും, അത് സർവകലാശാലകളിലായിക്കോട്ടെ മറ്റിടങ്ങളിലെല്ലാം RSSും BJPയും അതിശക്തമായി നടപ്പിലാക്കുമ്പോൾ ഇടതുപക്ഷം അതിനെതിരെ ചെറുത്തു തോൽപ്പിച്ച ചരിത്രമാണ് കേരളത്തിലുള്ളത്. ആ കേരളത്തിലാണ് തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഇന്നലെ അർദ്ധരാത്രി ഒപ്പിട്ട ഒരു വാർത്ത വരുന്നത്. ഇത് തികച്ചും പ്രതിഷേധാത്മകമാണ്. ഇതിനെതിരെ
വലിയ പോരാട്ടത്തിന് AIYF നേതൃത്വം നൽകും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഈ മുന്നണിയിൽ നിൽക്കാൻ കഴിയുമോ, മന്ത്രിസഭയിൽ നിൽക്കാൻ കഴിയുമോ? ഇതുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. മുന്നണിയിൽ നിൽക്കുക, ആ കാര്യങ്ങളെല്ലാം പാർട്ടി ഉൾപ്പെടെ ചർച്ച ചെയ്യും. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPI എന്ന പാർട്ടിയെ CK ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും കാനൻ രാജേന്ദ്രൻ ഉൾപ്പെടെ നയിച്ച ഒരു പാർട്ടി അതിൻ്റേതായ ഒരു നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തും. ആ നിലപാട് പൊതുസമൂഹം അംഗീകരിക്കും. ആ നിലപാട് ഈ കേരളത്തിലെ ജനം അംഗീകരിക്കും എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ഈ മന്ത്രിമാരെ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ചർച്ചകൾ AIYF നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ഇതുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് മുന്നോട്ട് പോകും. CPM ഇപ്പോൾ അതിന് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ ചേർന്ന് പച്ചക്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തുടരാൻ കഴിയും? അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരെ പിൻവലിക്കുക എന്നൊന്നും AIYFൻ്റെ നിലപാടായി കാണേണ്ടതില്ല. AIYF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് വിജയം കാണുന്നത് വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SFIയും DYFIയും ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും കേന്ദ്രത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെയെല്ലാം ഒട്ടനവധി സമരങ്ങൾ, തെരുവുകളിൽ ഉൾപ്പെടെ പോരാടിയ സമരങ്ങൾ നടത്തിയ സംഘടനയാണ്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ കൂടുതൽ കരുത്തോടെ ഈ വിഷയം, ഈ ഒപ്പിടുന്ന തീരുമാനം പിൻവലിക്കുവാൻ അവരും മുന്നോട്ട് വരും എന്നുള്ള പ്രതീക്ഷയാണ് AIYF വെക്കുന്നത്. AIYF എന്ത് തന്നെയായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെയും വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെയും അതിശക്തമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഒരു 1400 കോടിയോളം രൂപ സംസ്ഥാനത്തിന് അർഹമായതാണ്. അത് ഈ PM-ശ്രീ നടപ്പാക്കാത്തത് കൊണ്ട് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പണം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. SFI ഇക്കാര്യത്തിൽ പറയുന്നത് ഇതിലെ മോശം തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടതില്ല, ഫണ്ട് വാങ്ങാം. അത് സ്വീകാര്യമാണോ? അല്ല, ആ നയവുമായി ബന്ധപ്പെട്ട എല്ലാം വ്യക്തമായ രേഖകൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പണം വാങ്ങാം, ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പ് SFI അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. DYFയും ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇടതുപക്ഷത്തെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ രീതിയിൽ മൗനം പാലിക്കുന്നത് ഏത് രീതിയിലാണ് AIYF കാണുന്നത്? ആ മൗനം പാലിക്കുന്നത് പൊതുസമൂഹം ചോദ്യം ചെയ്തിരിക്കും, അതിലൊരു സംശയവുമില്ല. ഇടതുപക്ഷം പോലെയുള്ള സംഘടനകളെ വിദ്യാർത്ഥി യുവജന നേതാക്കൾ ഇത്തരം പൊതുമധ്യത്തിൽ മൗനം പാലിക്കുന്നത് അത് തന്നെ എന്ത് തന്നെയാലും പൊതുസമൂഹം ചോദ്യം ചെയ്യും. ഈ CPIയെ CPM അംഗീകരിക്കുന്നില്ല എന്നതാണോ നമുക്ക് ഇത്തരം CPIയുടെ കടുത്ത എതിർപ്പ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം? CPIയെ സൈഡ് ലൈൻ ചെയ്യുകയാണ്. എന്ത് CPI എന്നാണ് നേതാക്കളുടെയൊക്കെ CPM നേതാക്കളുടെയൊക്കെ ചോദ്യം. ആ വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മുടെ പാർട്ടി തന്നെ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്കറിയാം AIYFൻ്റെ സംഘടനാ സംവിധാനത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള സമീപനം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിട്ടില്ല, ഈ കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടില്ല. അത്തരം പ്രതികരണങ്ങൾ അർഹിക്കുന്ന മറുപടി പാർട്ടി നേതാക്കൾ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് വലിയ തോതിലുള്ള മറ്റൊരു പ്രതികരണം വന്നത് ഇങ്ങനെ ഈ വലിയാട്ടൻ മനോഭാവം CPM തുടരുകയാണ് CPIയോട്. അതുകൊണ്ട് നിങ്ങൾ ആ മുന്നണി വിടൂ, UDFിലേക്ക് വരൂ, നിങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ഞങ്ങൾ തരും എന്ന് UDFിൻ്റെ കൺവീനർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന് പറയുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചത് തന്നെ അതിൻ്റെ ചരിത്രം CPIയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് അതിൻ്റെ രൂപീകരണത്തിന് കാരണമായത്. ആ മുന്നണി വിടുക എന്ന് പറയുന്നത് ആ ചോദ്യത്തിന് അർത്ഥമില്ല. ഈ മുന്നണി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച പാർട്ടിയാണ് CPI നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയ ആശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന പാർട്ടിയാണ്. ആ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിക്കാത്ത ഒരു പാർട്ടിയാണ് CPI. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഈ പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് AIYF പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെതിരായുള്ള ഒരു സമരമായിരിക്കുമോ അതോ സർക്കാരിനെതിരായ ഒരു സമരമായിരിക്കുമോ?
സംസ്ഥാന കമ്മിറ്റി ഉച്ചക്കാണ് 3 മണിക്കാണ് ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അതിൻ്റെ സമര പരിപാടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി സാഗറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്, മന്ത്രിമാരെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞ്. നിങ്ങളുടെ തന്നെ ജില്ലയിലെ നേതാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ആ പോസ്റ്റ് പരിശോധിക്കും. എന്തായാലും AIYFൻ്റെ നിലപാടല്ല പറഞ്ഞത്. AIYFൻ്റെ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. AIYFൻ്റെ ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് AIYFൻ്റെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പോകാറ്. എന്തായാലും CPI ഇന്ന് യോഗം ചേർന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ തീരുമാനം എന്ന് പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ. ഒരുപക്ഷെ മന്ത്രിമാരെ പിൻവലിക്കുക അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക തുടങ്ങിയ കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് AIYFൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. തീർച്ചയായും AIYFൻ്റെ പൂർണ്ണ പിന്തുണ ആ വിഷയത്തിൽ ഉണ്ടാകും. എന്തായാലും നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് നടപ്പാക്കി മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമരം ഏത് രീതിയിലായിരിക്കും? അത് മന്ത്രിയെ തടയുന്ന, കോലം കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? AIYF ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് AIYFൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കണ്ണൂർ നഗരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒപ്പിടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഉണ്ട്. പ്രതിഷേധ പ്രകടനമാണ് AIYFൻ്റെ ജില്ലാ കമ്മിറ്റി ആലോചിച്ചിട്ട്. ഭാവി സമരപരിപാടികൾ AIYFൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകും. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുകയാണ് CPI. അതിനൊപ്പം തന്നെ നിൽക്കുകയാണ് AIYF. നമുക്കറിയാം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കടുത്ത നിലപാട് CPI നേരത്തെ എടുത്തതാണ്. ഒരു തരത്തിലും ഈ കാവ്യവൽക്കരിക്കുന്ന ഈ നയത്തിനോട് ചേർന്ന് നിൽക്കരുത് എന്ന് തന്നെയാണ് CPI നിലപാട്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി GR അനിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. മന്ത്രിസഭയിലോ മുന്നണിയിലോ ഒരു തരത്തിലുള്ള ചർച്ച പോലും നടത്താതെ സർക്കാർ എങ്ങനെയാണ് നയപരമായ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നതാണ് CPIയുടെ ചോദ്യം. അത് തന്നെയാണ് AIYFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV രജീഷ് വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ AIYFൻ്റെ ജില്ലാ സെക്രട്ടറി KV സാഗറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. മന്ത്രിമാരെ പിൻവലിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു. അത് തള്ളുകയാണ് AIYFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജീഷ്. എന്തായാലും കടുത്ത തീരുമാനത്തിലേക്ക് AIYFും പോകുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നം ഇടതുമുന്നണിയെ ആകെ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏത് തരത്തിലാണ് മുന്നണിയെ ബാധിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഒരു തരത്തിലും മുന്നണി വിട്ടുപോകുന്ന ഒരു സമീപനം CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPIയെ അവഗണിച്ചുകൊണ്ട് ഇതിൽ ഒപ്പിടാൻ CPMനെ പ്രേരിപ്പിച്ചത്, വിദ്യാഭ്യാസ വകുപ്പിനെ പ്രേരിപ്പിച്ചതും ഏതായാലും CPIയുടെ പ്രതിഷേധം അത് ഇങ്ങനെ കെട്ടടങ്ങും, മുന്നണി വിട്ടുപോകുന്ന ഒരു സമീപനം അവർ സ്വീകരിക്കില്ല എന്ന ഉറപ്പുള്ളത് കൊണ്ടുകൂടിയാകാം എന്നാണ് പൊതുവായ രാഷ്ട്രീയ നിരീക്ഷണം. എന്തായാലും ഈ പ്രശ്നം LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. കടുത്ത പ്രതിഷേധം ഉയർത്തും എന്ന് AIYF വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.